അസ്സലാമലൈക്കും കൂട്ടുകാരെ, ഞാനിവിടെ ഒരു ദുഃഖകരമായ വാർത്തയുമായിട്ടാണ് വരുന്നത്. അതായത് നമ്മുടെ വയനാട്ടിലെ ദുഃഖം 2 ദിവസം കൊണ്ട് നമ്മൾ TV ഓണാക്കിയാലും മൊബൈൽ ഓൺ ചെയ്താലും എല്ലാം കാണുന്ന ഒരു ദുഃഖകരമായ ഒരു സങ്കടകരമായ വാർത്ത. ഇത് എത്ര മനോഹാരിയായിരുന്നു നമ്മുടെ വയനാട്. നമ്മുടെ ഈ സ്കൂളിൽ എത്ര പേര് ക്യാമ്പ് ചെയ്തിരുന്നു. മഴക്കാലമായതുകൊണ്ട് എല്ലാവരെയും അവിടെ പാർപ്പിച്ചിരുന്നു. ആ സ്കൂളുകളൊക്കെ ഇപ്പം ഇന്ന് ഓർമ്മകളിലായി. എത്ര മനോഹരമായ കാഴ്ചകളാണ് വയനാട്ടിലോട്ട് പോയാൽ. എത്ര മലകളും, ആ മലകളൊക്കെ ഇപ്പം നമ്മുടെ ശത്രുക്കളായി മാറിയിരിക്കുകയാണ്. എത്ര സ്കൂളുകളാണ് ഒലിച്ചു പോയത്. ഇത്രയും അധികം തേയിലക്കാടിൻ്റെ ആ ഭംഗിയും അതിൽ കൂടെ വരുന്ന വണ്ടികളുടെ അഴകും അവിടെ ജോലി ചെയ്യുന്ന ആ തൊഴിലാളികളുടെ ആ ഒരു ഉന്മേഷവും ആവേശവും എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് നമ്മുടെ പ്രകൃതി നമ്മളിൽ നിന്നൊക്കെ ഒലിച്ച് കൊണ്ടുപോയി എന്ന് വേണം പറയാൻ. ഒരൊറ്റ രാത്രി കൊണ്ട് അവിടെയുള്ള ഒരു കുഞ്ഞും കുട്ടികളും ഗർഭിണികളും എല്ലാവരും, അതിനോടൊപ്പം നമ്മുടെ പള്ളികളും അമ്പലങ്ങളും നമ്മുടെ ടൗണും അവിടെ എല്ലാത്തിനെയും ഒറ്റ രാത്രി കൊണ്ട് അമ്പലങ്ങളും എല്ലാം ഒലിച്ച് എല്ലാം കൊണ്ടുപോയി. അവിടെ പള്ളി നിന്ന സ്ഥലത്തും ഒന്നും ഇപ്പം മരുഭൂമി പോലെയായി കിടക്കുകയാണ്. അവയവെന്ന് പറയാൻ ഒന്നുമില്ല. എല്ലാവർക്കും വലിയ ശക്തി നൽകി തമ്പുരാനെ ഇനി ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ നഷ്ടപ്പെട്ട എല്ലാവരെയും അവർക്ക് മനസ്സുകൊണ്ട് അവരെ ഒരാശ്വാസം നൽകണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഈ വീഡിയോയുടെ എനിക്ക് പറയാൻ അത്രത്തോളം നമുക്കെല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ട്. ഇത്ര മനോഹരമായ ഈ ഒരു സ്ഥലത്തെയാണല്ലോ ഒറ്റ രാത്രി കൊണ്ട് പ്രകൃതി വിഴുങ്ങിയത്. ഏതായാലും എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഏതായാലും നമുക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും.